ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാൻ വന്നേക്കാണ് കേട്ടോ. മൂന്നാൾക്കും ജോലി ഉണ്ടായ കാരണം രാത്രിയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കണത്. ഡ്രസ്സ് എടുക്കാൻ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ നോക്കിയത് അമ്മയ്ക്കായിരുന്നു. അമ്മയുടെ സൈസ് എക്സൽ ആയ കാരണം അമ്മയ്ക്ക് കറക്റ്റ് ഭാഗമുള്ള ചുരിദാർ കിട്ടിയില്ല. ആദ്യം നോക്കിയ കടയിൽ ആ കൂടി ലാർജ് സൈസ് മാത്രമല്ലോ. അപ്പൊ അമ്മയ്ക്ക് ആ കടയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയില്ല. അതിൽ ആ കടയിൽ കയറത്തല്ലേ, പിന്നെ എടുക്കാണ്ട് വരുന്നത് മോശമല്ലേ. അതുകൊണ്ട് അച്ഛനുള്ള ഷർട്ട് അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത കടയ്ക്ക് നോക്കാൻ പോയി അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മച്ചിക്കാണെങ്കിൽ ഈ പ്രാവശ്യം ചുരിദാർ വാങ്ങുമ്പോൾ വീനക്കുള്ള ചുരിദാർ വേണമെന്ന് പറഞ്ഞേക്കണത്. അത് നോക്കിയാണ് പുള്ളിക്കാരി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീനക്കുള്ള ചുരിദാറൊക്കെ കിട്ടി, പക്ഷെ ആ കടയിൽ നിന്ന് നമുക്ക് മനസ്സിനൊത്തൊരു ചുരിദാർ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിൽ പോയി അമ്മയ്ക്ക് ചുരിദാർ നോക്കാനായിട്ട്. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ചുരിദാർ എടുത്തു കേട്ടോ. ഈ കാണുന്നതിലും മഞ്ഞ ചുരിദാറാണ് അമ്മച്ചി എടുത്തേക്കണത്. അങ്ങനെ ഡ്രസ്സിന്റെ പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് അച്ഛനെ കൂടെ കൊണ്ടുപോകാണ്ടല്ല, അച്ഛൻ പണി കഴിഞ്ഞ് വന്ന കാരണം അച്ഛൻ വരുന്നില്ല, നിങ്ങൾ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അച്ഛൻ വരാൻ കേട്ടോ, എന്നെ കൊണ്ടുപോകണ്ടല്ല. ഡ്രസ്സൊക്കെ മേടിച്ച് നാളേക്കിടാനുള്ള പൂക്കളും കൂടി വാങ്ങിച്ചിട്ടാട്ടോ നേരെ വീട്ടിൽ പോയി ഞങ്ങൾ. അങ്ങനെ വീടെത്തിയപ്പോൾ തന്നെ അച്ഛൻ ഡ്രസ്സ് എടുത്തിട്ട് നോക്കി അച്ഛൻ്റെ പാകാനുണ്ടോന്ന് അറിയാനായിട്ട് കേട്ടോ. എൻ്റെ അച്ഛനും ചേട്ടൻ്റെയും ഒരേ അളവായതുകൊണ്ട് ഷർട്ടുകളൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടാം. അങ്ങനെ ഒരു ഉപകാരം കിട്ടോ. അമ്മച്ചോട് ഡ്രസ്സ് ഇട്ട് നോക്കാൻ പറഞ്ഞത്, കാരണം അമ്മ ഡ്രസ്സ് ഇട്ട് നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തരണ്ടേ, അതുകൊണ്ട് അമ്മയുടെ ഡ്രസ്സ് ഞാൻ നോക്കി. ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.